ഇന്ന് നമുക്ക് ചെറുനാരങ്ങ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി കാണാം. ഒരു പ്രാവശ്യം ചെറുനാരങ്ങ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ എന്തായാലും ഇതേപോലെ തന്നെ എന്നിട്ട് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പം നമ്മളെ വീഡിയോക്ക് ഒരു സ്മൈലോ അതുപോലെ തന്നെ ഹാർട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റോ ഇടണം കേട്ടോ. എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ജലദോഷമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ചെറുനാരങ്ങ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പം നല്ലോണം കഴുകണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത്യാവശ്യം നല്ലോണം പഴുത്ത ചെറുനാരങ്ങാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ടാക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിൽ കുറേ അധികം തന്നെ ചെറുനാരൊക്കെ കിട്ടുക വെച്ചാൽ ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതിയാവും കേട്ടോ. കുറേ കാലം കേടുകൂടാണ്ട് വെക്കുക കേട്ടോ, ഇതേപോലെ ചെയ്തെടുക്കുക വെച്ചാൽ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചാൽ മാത്രം മതിയാവും. അവിടെ നിന്ന് വെന്തോളൂ കേട്ടോ. ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടിക്കോളൂ. ഇനി ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു നുള്ള് കടുക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരണം കേട്ടോ. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതധികം നേരം മൂക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതേപോലെ ഒന്ന് ചെറുങ്ങനൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. കുറച്ചൊന്ന് ഇതിൻ്റെ പച്ചച്ചോയ വിട്ടോട്ടെ. പച്ചച്ചോയ വിടുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ചതുക്കെ അതുപോലെ തന്നെ മുറിച്ചിടൊന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാ അതിൻ്റെ പച്ചമണം ചെറുങ്ങനൊന്നും മാറിക്കോട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഏകദേശം ഒരു 10-20 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 കൈപ്പിടി നിറയെ ഉണ്ട് കേട്ടോ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കൈപ്പിടി നിറയെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇതേപോലെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഈത്തപ്പഴം ഒന്ന് ഇളക്കി കുറച്ച് നേരം മിക്സാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതിന് മഞ്ഞൾ പൊടിൻ്റെ ഒരു കളറ് എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ പച്ചച്ചോയ വിട്ട് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെച്ച ചെറുനാരങ്ങൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുങ്ങനെ ഒന്ന് അമർത്തി നോക്കുക കേട്ടോ. ചെറുനാരങ്ങൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അത് ഒന്ന് സോഫ്റ്റ് ആക്കിയില്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ അവിടെ നിന്ന് കിടന്ന് വെന്തോളും. ഇനി ഇത് കറക്റ്റ് പാകാന്ന് കേട്ടോ. ഇത്രയും മതിയാവും. അപ്പോൾ ഇത് വെള്ളം ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഇറങ്ങി വന്നതാണ് കേട്ടോ. ഞാൻ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക. ഈ ഒരു മിക്സ് ചെറുനാരങ്ങൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ നല്ലോണം ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതിയാവും.
ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്നും കൂടി മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. വിനാഗിരിയില്ലേ, അത് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ഇത് കുഴഞ്ഞ പോലെ വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. കുറേയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മളിത് ചെയ്ത് വെച്ചിട്ട് 3 ദിവസമായിട്ടോ. 3 ദിവസമായതിനു ശേഷമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. നല്ലോണം ഉപ്പും അതുപോലെ തന്നെ പുളിയൊക്കെ ഈ ഒരു ചെറുനാരങ്ങൻ്റെ അകത്ത് പിടിച്ചിട്ട്, അതുപോലെ തന്നെ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ മധുരമില്ലേ അതുമൊക്കെ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നമ്മളിത് ചെയ്യുന്ന അന്ന് നല്ല കയ്പ്പ് രസം അടിക്കും കേട്ടോ, അത് പ്രശ്നമാക്കണ്ട. ഒരു 2 ദിവസം കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഉപ്പും അതുപോലെ തന്നെ എരിവും അതിൻ്റെ ഒരു മധുരമൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇതേപോലെ ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചെറുനാരങ്ങ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ആണ് കേട്ടോ, വീണ്ടും വീണ്ടും ചെയ്യുക. അപ്പോൾ എൻ്റെ അച്ചാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതേപോലത്തെ പുതിയ പുതിയ റെസിപ്പിയുമായി കാണാം.